നമസ്കാരം. ഒരു കട വാടകയ്ക്കെടുത്ത സ്ഥാപനം നടത്തുന്നത് മുതൽ തുടങ്ങുന്നതാണ് പ്രശ്നം. ഇത് നക്ഷത്ര എന്ന് പറയുന്ന യുവതി. ഈ നക്ഷത്ര എന്ന് പറയുന്ന യുവതി മറ്റൊരു സ്ത്രീയോട് ഒരു കട വാടകയ്ക്ക് എടുക്കുന്നു. പിന്നീട് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചധികം ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ആ കടയ്ക്ക് മുന്നിൽ നിന്നുണ്ടാകുന്ന പിടിവലിയും പ്രശ്നങ്ങളുമാണ് കാണുന്നത്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് കടയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം വലിയ രീതിയിൽ ഉയരുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയാണ്, തിരുവനന്തപുരം നഗരസഭയിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം. അതും പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനൊക്കെ സമീപത്ത് നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ഇരുവിഭാഗത്തിനും ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ നക്ഷത്രയ്ക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നതാണ് നമ്മൾ അവരിലേക്കാണ് പോകുന്നത്. ശരിക്കും എന്താണ് പ്രശ്നം, എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾറെഡി 1-2 ചാനൽസിന് ഇത് കൊടുത്തിട്ടുണ്ട്. അവര് തന്നെ ഇപ്പം മറ്റേ എതിർകക്ഷിയുടെ നിന്നും എടുത്തിട്ട് വളരെ മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൽ വിഷമിക്കുന്നില്ല. കാരണം നമ്മുടെ കമന്റ് ബോക്സ് ആണല്ലോ നമ്മുടെ ആൾക്കാർക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള സ്ഥലം. ആ കമന്റ് ബോക്സ് തുറന്നാൽ തന്നെ അറിയാം. എനിക്ക് വളരെയധികം വിഷമം തോന്നി ആദ്യം ആ വീഡിയോകൾ കണ്ടപ്പോൾ. പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സത്യം, ഞാൻ വളരെ ജെന്യുവൻ ആയിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ ഒന്നും കള്ളമായിട്ട് പറയുന്നില്ല. ഞാൻ പരാതി കൊടുത്തതിനെല്ലാം റെസിപ്റ്റ് വെച്ചാണ് ഞാൻ എല്ലായിടത്തും സംസാരിച്ചിട്ടുള്ളത്. സംഭവം എന്ന് പറയുന്നത്, ഈ വിനില എന്ന് പറയുന്ന അവരെ അവകാശപ്പെടുന്നത് പോലെ എൻ്റെ ഹസ്ബൻഡ് 2 പ്രശ്നങ്ങളിൽ പെട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് ജയിലിൽ കിടക്കുക തന്നെയാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്തും അത് പറയാൻ എനിക്ക് മടിയുമില്ല. പക്ഷേ അങ്ങനെ ഒരു കുറ്റം ചെയ്ത ഒരാളിന്റെ ഭാര്യ എന്ന് വെച്ചാൽ ഒരിക്കലും ശിക്ഷിച്ച് കിടക്കുന്നതല്ല. കുറ്റവാളിയെന്ന് സംശയിക്കപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്നതാണ്. നാളെ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടാതിരിക്കാം. അപ്പൊ ഒരിക്കലും കൊലപാതകിയുടെ ഭാര്യ എന്ന് എന്നെ വിളിക്കാൻ സമൂഹത്തിന് അർഹതയില്ല. അപ്പോ ഇവര് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു ഞാനൊരു ഗുണ്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഞാൻ ഗുണ്ടായിസം ചെയ്ത് ഇതുവരെയും ജീവിച്ചിട്ടില്ല. ഞാൻ സ്വന്തമായി അധ്വാനിച്ചാണ്. എന്റെ 14 വയസ്സിൽ ഞാൻ ഡാൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓൾ കേരള ഡാൻസ് അസോസിയേഷനിൽ ഞാൻ അംഗമാണ്. എൻ്റെ അത്രയും ആ കാലം മുതൽ ഇന്ന് വരെ ഞാൻ ഡാൻസ് വെച്ചാണ് ഞാൻ പ്രോഗ്രാംസ് ചെയ്താണ് ജീവിച്ചത്. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ ഈ പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഒരു ജോലി വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്കൊരു 4 വയസ്സായ മകനാണ്. അപ്പം ആ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് സ്വന്തമായി, കാരണം എൻ്റെ ഹസ്ബൻഡ് ഈ സാഹചര്യം ഉള്ളതുകൊണ്ട് എനിക്കൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി 10 കള്ളം പറയേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വളരെ ചിന്തിച്ചാണ് സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങാന്നുള്ള തീരുമാനത്തിലെത്തി. ഒരു ടീ ഷോപ്പ് തന്നെ തുടങ്ങാമെന്നുള്ള തീരുമാനത്തിലെത്താം. അങ്ങനെ OLX ഞാൻ കടകൾക്ക് വേണ്ടി തിരക്കുമ്പോഴാണ് കഴിഞ്ഞ മുന്നത്തെ മെയ് ജൂൺ മാസങ്ങളിൽ ഞാൻ ഈ OLX ഇവരുടെ പരസ്യം കണ്ട് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു. പക്ഷെ ഇവരുമായിട്ട് കോണ്ടാക്ട് സംസാരിച്ചു ഇവരെനിക്ക് കുറെ ഓഫർ ചെയ്തിരുന്നു. കാരണം അവിടെ ഓപ്പോസിറ്റ് സൈഡില് സ്റ്റൂളും ബെഞ്ചും ഇട്ട് അവർ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതാണ്. സൈഡില് നമ്മുടെ മെയിൻ റോഡ് ഉണ്ടായിരുന്നു, അവിടെയും അവർ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതാണ്. അവിടെ സ്റ്റൂളും ബെഞ്ചും ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഹോട്ടലിൽ പോലെ നടത്താം എന്നൊക്കെ ഓഫർ ചെയ്താണ് ഇവര് എന്നെയും എനിക്ക് ശേഷം കൊടുത്ത ആളിനും ഒക്കെ ഇത് പറഞ്ഞിട്ടാണ് ഇവര് ഈ കട എടുപ്പിക്കുന്നത്. കടയ്ക്ക് 75,000 രൂപ അഡ്വാൻസും ദിനം പ്രതി 1,500 രൂപ. അപ്പം ഒരു മാസം ആകുമ്പോൾ 45,000 രൂപ വാടക. ഇത് കോർപ്പറേഷന്റെ കടയാണോ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരിക്കലും അത് അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഇവര് ഇതിനുവേണ്ടി ഒരു TC തയ്യാറാക്കിയിട്ടുണ്ട്. കരരസീതുള്ള കടയാണെന്നാണ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിനു മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു കട നടത്തി പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന അപ്പൊ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ഭാഗങ്ങൾ ഞാൻ ചിന്തിച്ചില്ല. അത് എന്റെ തെറ്റാണ്. കാരണം ഞാനിത് അന്വേഷിച്ചില്ല എന്നുള്ളത് എന്റെ തെറ്റാണ്. ഞാൻ അവരെ അത്രയും വിശ്വസിച്ചു. അപ്പോൾ കട തുടങ്ങി ഒരു 4 മാസം ആയപ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ കട, കാരണം മാനവീയം വീതിയിൽ വരുന്ന പലരും അവിടെ ഇത്രയും ഷോപ്പുകൾ ഉണ്ടായിട്ടും അവിടെ നിന്ന് ചായ കുടിക്കാതെ ഇവിടെ വന്ന്, കാരണം ഞാൻ വളരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഫുഡ് ആയാലും ചായ ആയാലും സ്നാക്സ് ആയാലും ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഫുഡ് ഞാൻ തന്നെയാണ് വീട്ടിൽ ചെയ്യുന്നത്. അവിടെ 2 മണി മുതൽ രാവിലെ 3 മണി വരെ ഞാൻ തന്നെയാണ് കടയിൽ നിന്ന് ചായ അടിക്കുന്നത്. ഇടയ്ക്ക് എനിക്ക് സുഖമില്ലാത്ത സമയത്ത് മാത്രമാണ് ഒരു സ്റ്റാഫിനെ വെച്ച് ചെയ്തത്. കാരണം സ്റ്റാഫിനെയും വെച്ച് ഈ 1,500 രൂപ വാടകയും കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിൽ ചെയ്തു പോവേണ്ടി വന്നത്. 4 മാസമായപ്പോൾ വളരെ നല്ല കച്ചവടം കയറി. കടയ്ക്ക് പല ആവശ്യക്കാരായി. ഇവരെനിക്ക് തരുമ്പം ഒരു ബ്ലൂ കളർ പെയിന്റ് അടിച്ച ഒരു ചെറിയ ബെങ്ക് കടയായിരുന്നത്. എന്നുവെച്ചാൽ ഒരു ബ്ലൂ കളർ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കടയായിരുന്നു. ഞാൻ അതിനെ റിനോവേറ്റ് ചെയ്ത് ഇന്ത്യൻ ചായ എന്ന് പേര് കൊടുത്ത് വളരെ നല്ല രീതിയിൽ
അതിനെ ഭംഗിയാക്കി എടുത്ത്. അപ്പൊ അതിന് ആവശ്യക്കാർ കൂടി, കടയ്ക്ക് വാടകയ്ക്ക് ചോദിക്കാൻ ആവശ്യക്കാർ കൂടി. എന്നോട് തന്നെ ഞാൻ ഓണറാണെന്ന് കരുതി ഒരുപാട് പേര് റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ, ഇത്ര രൂപ തരാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല, ഞാൻ റെന്റ് എടുത്ത് നടത്തുന്നതാണ്, എനിക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ കൊടുക്കാനും താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവരെ പലരെ സമീപിക്കുകയുണ്ടായി. ഇവര് അവകാശപ്പെടുന്നത് പോലെ ഇവർ എന്റെ അടുത്ത് മാറാൻ പറഞ്ഞതിന് ശേഷമല്ല ഇവര് OLX പരസ്യം ചെയ്യുന്നത്. ഞാൻ ഓൾട്ടർ ചെയ്ത കട ഇവര് എന്നോട് മാറാൻ പറയുന്നതിന് മുമ്പേ തന്നെ OLX പരസ്യം ചെയ്തു. എന്റെ പല സുഹൃത്തുക്കളും അത് കാണുകയും എന്നോട് ചോദിക്കുകയും ചെയ്തു, കട നീ OLX ഇട്ടോ, നീ ഇത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള. ഞാൻ പറഞ്ഞു ഇല്ല, ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പഴയ ഫോട്ടോ ആയിരിക്കും, നമ്മൾ അങ്ങനെയല്ലേ കരുതുന്നത്. അപ്പൊ അങ്ങനെ കരുതി. അപ്പോഴും ഞാൻ പരസ്യം നോക്കുമ്പോഴാണ് എന്റെ പുതിയ ഓൾട്ടർ ചെയ്ത കട 1 ലക്ഷം രൂപ എന്നുള്ള ക്യാപ്ഷൻ വെച്ച് ഇവര് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഫുൾ സ്ക്രീൻ എന്റെ കയ്യിൽ റെക്കോർഡിക്കലാണ്, ഞാൻ അതെല്ലാം ഇയാളുടെ കയ്യിൽ ഏൽപ്പിക്കാം. അപ്പം അങ്ങനെ കാണുകയും ഞാൻ ഇതിനെ കുറിച്ച് തിരക്കുകയും ചെയ്തു. അപ്പൊ ഇവര് എന്നോട് അപ്പൊ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഇവര് വളരെ രീതിയിൽ ഒരു ഉരുണ്ട് കളി നടത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്റെ കയ്യിൽ എഗ്രിമെന്റ് ഉള്ളിടത്തോളം അവർ എന്ത് ചെയ്താലും ഞാനത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവര് ഈ ടിൻഡു ശേഖർ എന്ന് പറഞ്ഞ ഒരാളിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ഇവര് വാങ്ങി അയാളെ കട കൊണ്ടുവന്ന് കാണിച്ചു. ഞാൻ തന്നെ സ്റ്റാഫായിട്ട് നിന്ന് ചെയ്യുന്നത് കൊണ്ട് ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ സ്റ്റാഫാണ് എന്ന് പറഞ്ഞാണ് ഇവർ ആ ചേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങനെ ആ ചേട്ടൻ ഒരു ദിവസം കടയിൽ വന്നു, എല്ലാം നോക്കി. പക്ഷെ ഒരിക്കലും ഒരാള് വന്ന് നോക്കുന്നത് പോലെ ഒന്നും അല്ല നോക്കിയത്. എല്ലാം ഇങ്ങനെ നോർമലായിട്ടും സംസാരിച്ചിട്ട് അങ്ങ് പോയി ആ ചേട്ടൻ. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇവര് എന്നോട് മാറുന്നതിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എഗ്രിമെന്റ് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ മാറാൻ പറ്റില്ല ചേച്ചി, കാരണം ഒരുപാട് എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ പോലും വരാത്ത ഒരു സ്ഥലമായിരുന്നു അത് നിങ്ങൾക്ക് തന്നെ അറിയാം. കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഒരു കച്ചവടമൊക്കെ ഉള്ള സ്ഥലമാക്കി എടുക്കാൻ ഇച്ചിരി നമ്മളിട്ട ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതങ്ങനെ അത്ര പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റുന്നതല്ല. അല്ലാതെ ഇവര് പറയും പോലെ അവര് പറഞ്ഞത് പറഞ്ഞാൽ എന്തോന്ന് എനിക്ക് അവിടെ കള്ള് കച്ചവടമാണ്, കഞ്ചാവ് കച്ചവടമാണ്, എന്തോന്ന് എന്റെ കാറിൽ എനിക്ക് പയ്യന്മാര് വരും. ഇവർക്ക് എങ്ങനെ, അല്ലെങ്കിൽ വിസ്മയ ന്യൂസിന് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? ഒരാളിനെ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്ത് ഒരു പ്രാവശ്യം എന്നെ പോലീസ് പിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അതിനൊരു തെളിവുണ്ടെങ്കിൽ അവരത് പബ്ലിസിറ്റി ചെയ്തതിൽ എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. പക്ഷേ ഒരാളിനെ പറ്റി വ്യക്തിഹത്യ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് വേണം. ഒരിതുമില്ലാതെയാണ് അവർ എന്തൊക്കെയോ വായി തോന്നണ വിളിച്ചു പറഞ്ഞത്. മറ്റേ എനിക്ക് 28 വയസ്സായി, എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും അതിൽ വന്ന് കമന്റ് ചെയ്യട്ടെ ആ കുട്ടി മോശമാണ് അല്ലെങ്കിൽ ഞാൻ മോശപ്പെട്ട രീതിയിലാണ് ജീവിക്കണതെന്ന്. മനസ്സിലായില്ലേ? എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കണത്. ഇവർ ഈ പറയുന്നതൊക്കെ കേട്ട് വീട്ടിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ അമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ട് എന്റെ ഒരു ഫ്രണ്ടാണ് കട ഓപ്പൺ. ഞാൻ പറഞ്ഞു ഇടാ നീ പോയി കട ഓപ്പൺ ചെയ്യും, അവൻ ചായ അടിക്കും. ഞങ്ങൾ 1-2 ഫ്രണ്ട്സ് എല്ലാവരും ചായ അടിക്കാനും ഇതിനും ഈ കട തുടങ്ങിയാണ് പഠിച്ചത്. ഞങ്ങളാരും നോർമലി പഠിച്ചു വന്നവരല്ല, കട തുടങ്ങിയാണ് പഠിച്ചത്. അപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്ന ദിവസം ഫ്രണ്ട്സ് ആണ് നിൽക്കുന്നത്, അതിന് അവരുടെ ഒരു സാലറി കൊടുക്കും. ഞാൻ പറഞ്ഞു നീ പോയി കട തുറക്കും, ഞാൻ അമ്മയെ വീട്ടിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പയ്യൻ കട തുറക്കാൻ വേണ്ടി വരുമ്പോ കട വേറൊരു പൂട്ടിയിരിക്കും. അപ്പൊ അവൻ എന്നെ വിളിച്ച് നീ താക്കോല് മാറിയാണോ തന്നെ? ഞാൻ അല്ല, താക്കോല് കറക്റ്റ് നീ എനിക്ക് വീഡിയോ കോൾ വിളിച്ച് പൂട്ട് കാണി. അപ്പൊ പൂട്ട് വേറെ. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു അത് അവിടെ നടന്നു എന്ന് മനസ്സിലായി. ഇവര് അന്നേ ദിവസം ഒരു 10 മണിയായപ്പോ വന്ന് ഞാൻ ഇട്ടിരുന്ന പൂട്ടിനെ അടിച്ച് പൊട്ടിച്ചിട്ട് ഈ ടിൻഡു ശേഖറിന് പുതിയ പൂട്ടിട്ട് താക്കോലും കൊടുത്ത് അയാളെ കൊണ്ട് അവിടെ CCTV വെപ്പിച്ചു. ഇവരല്ല CCTV വെച്ചത്, ഇവർ അവകാശപ്പെടുന്നത് ഇവര് വെച്ചല്ല. ഈ ടിൻഡു ശേഖർ എന്ന് പറയുന്ന ആളിനെ കൊണ്ട് പൈസ CCTV വെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ പൂട്ടിനെ നീ തട്ടി പൊട്ടിച്ചിട്ട് അകത്ത് കയറി നീ കാര്യങ്ങൾ ചെയ്യൂ, ബാക്കി ഞാൻ വന്ന് 7 മണിക്ക് ശേഷം സംസാരിക്കാന്ന് പറഞ്ഞു. എനിക്ക് 7 മണിയാകുമ്പോഴേ അമ്മേന്റെ വീട്ടിലായിരുന്നു, വെങ്ങാനൂരാണ് എന്റെ വീട്. അപ്പോ ഇവര് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ CCTV കൂടെ എന്തോ കണ്ടിട്ട് ഈ ടിൻഡു ശേഖർ എന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ വന്നു. ഈ വിനിലയുടെ മകള്. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, വിനില അല്ല ഈ കടയുടെ ഓണർ. വിനിലയുടെ അമ്മയെ സരള എന്ന് പറയുന്ന ഒരു ആന്റിയാണ് ഈ കടയുടെ ഓണർ. ആ ആന്റി ഇന്ന് വരെ എന്നോട് ഒരു തരത്തിലും മോശമായിട്ട് സംസാരിക്കുകയോ, ഈ മകള് പറയുമ്പോ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് അടിയാണ്. എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആ പാവപ്പെട്ട അമ്മയെ വെച്ച് മകളും മരുമകനും ചെറുമകളും കൂടി കളിക്കുന്നത്, അങ്ങനെ ഒരു ഇതിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുവരെ ആ അമ്മ ഒരു കാര്യവും പറഞ്ഞ് വഴക്കൂടാനോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ മകൾക്ക് വേണ്ടി ഒന്ന് സ്റ്റേഷനിൽ പോലും ഒരു പ്രാവശ്യം പോലും പല പരാതിക്ക് പോയിട്ടും വരുന്നത് വിനിലയാണ് സംസാരിക്കാൻ വരുന്നത്. സരള എന്ന് പറയുന്ന അമ്മയല്ല വരുന്നത്. ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ സരള എന്ന് പറയുന്ന അമ്മ വന്നത്. ബാക്കി എല്ലാ പ്രാവശ്യം വിനിലയാണ് വന്ന് ഈ കടയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതും കാര്യങ്ങളും എല്ലാം. അപ്പോ സ്റ്റാഫിന്റെ അടുത്ത് വന്ന് കടയ്ക്കകത്തിരുന്ന സ്റ്റാഫിനെ ഇറക്കി ഈ ആവണി കയറി കടയ്ക്കകത്തിരുന്നു.
കടയ്ക്കകത്തിരിക്കുന്ന CCTV വിഷ്വൽ, ഇവര് വെച്ച CCTV വിഷ്വൽ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇയാളുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോഴ് അത് കഴിഞ്ഞ് ഇവര് ആവണി വീണ്ടും വെളിയിൽ വന്ന് കട പൂട്ടി, വേറൊരു പൂട്ടിട്ട് ടിൻഡു ചേട്ടൻ വന്നപ്പോ ഒരു പൂട്ട് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ ഇവര് വേറൊരു പൂട്ടിട്ട് വെളിയിൽ നിന്നു. അപ്പം ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേരൊക്കെ അവിടെ എന്താ പ്രശ്നം എന്ന് അറിയാൻ അവിടെ കൂടുകയും ഞാനും ഒരു 6:30-7 മണിയോടെ അവിടെ എത്തി. 7 മണിയോടെ അവിടെ എത്തിയപ്പോഴ് ഇവര് ഇങ്ങനെ കയറി. ആ ആവണിയെ ഞാൻ അടിച്ചു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ അമ്മ ഓൾറെഡി അവിടെ നിപ്പുണ്ട്. ആവണി അമ്മയെ ഇങ്ങനെ ഇടിച്ച് തള്ളി ഇട്ടിട്ട് അകത്തോട്ട് കയറി പൂട്ടിന്റെ അവിടെ ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ തുറന്നു. കാരണം ഞാൻ 75,000 രൂപ അഡ്വാൻസ് കൊടുത്ത് ദിനംപ്രതി 1,500 വാടകയും കൊടുത്തിട്ട് ഞാൻ എടുത്ത കട എങ്ങനെയാണ് നിങ്ങൾ പൂട്ടിട്ട് അടിച്ചു പൊട്ടിച്ച് പൂട്ടണത് എന്ന് പറഞ്ഞ് ഞാൻ ആവണിയെ പിടിച്ച് മാറ്റിയിട്ട് തുറക്കാൻ ശ്രമിക്കുന്നതാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന ആ വീഡിയോ. അതെനിക്ക് അത് ഞാൻ ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വിസ്മയക്ക് കൊടുത്തത്. അവരാണ് കട്ട് ചെയ്തും എഡിറ്റ് ചെയ്തും ഇട്ടതൊക്കെ. എന്നിട്ട് അവർ അവകാശപ്പെടുന്നത് ഞാൻ അവർ കട്ട് ചെയ്ത് കൊടുത്തത്. ഞാൻ അങ്ങനെ കട്ട് ചെയ്ത ഒരു വീഡിയോയും കൊടുത്തിട്ടില്ല അവർക്ക്. അതിനുശേഷം അങ്ങനെ പ്രശ്നം ഉണ്ടാവുകയും ഈ കുട്ടി എന്റെ കൂടെയുള്ള പയ്യന്മാരെടുത്ത് പ്രൊവോക്ക് ചെയ്യും. വെച്ചാൽ നമ്മുടെ ഒരു സമൂഹത്തിനെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ അടിക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് മനഃപൂർവ്വം പയ്യന്മാരുടെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഞാൻ പറയാൻ പാടില്ല എന്നാലും പയ്യന്മാരെടുത്ത് ഓരോ മോശമായ വാക്ക് അങ്ങോട്ട് ചോദിച്ച് അവരുടെ കവിളിലിട്ട് കുത്താൻ പോവുക, അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള വീഡിയോസ് കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു 10-18 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. നമ്മൾ ആ പെൺകുട്ടീനെ വലിച്ചഴക്കണ്ട എന്നുള്ളത് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ കൊടുക്കാത്ത, ചീത്ത വിളിക്കുന്ന. അപ്പോഴ് അങ്ങനെ ആ പ്രശ്നമായി. ഈ കുട്ടി ഞാൻ അന്നത്തെ ദിവസത്തെ സ്നാക്സ് എല്ലാം ഇങ്ങനെ തട്ടി അങ്ങ് തറയിലെറിഞ്ഞു. ഒരു ബെങ്കിന്റെ പുറത്ത് ഇരിക്കുകയായിരുന്നു, തട്ടി അങ്ങ് താഴെ എറിഞ്ഞു. വളരെ മോശമായ രീതിയിൽ അവിടെ കിടന്ന് ബഹളം വെച്ചു. അപ്പോഴാണ് പോലീസ് വന്നിട്ട് നാളെ രാവിലെ സ്റ്റേഷനിൽ വരെ പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്തു. പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെന്നപ്പോഴും ആവണിയെ ഞാൻ അടിച്ചു. എന്റെ ബ്രദറാണ്, എന്റെ ബ്രദറല്ല, എന്റെ ഫ്രണ്ട്സ് ആണത്. അവരും കൂടി ചേർന്ന് ആവണിയെ ഞങ്ങൾ അടിച്ചു. ആവണി ഇന്ന സ്ഥലത്തല്ല ഞാൻ പോയത്. ഞാൻ വാടകയ്ക്ക് എടുത്ത കടയിലൂടെ ആവണിയാണ് വന്നത് അല്ലേ. അപ്പം ആവണി എങ്ങനെയാണ് ഞാൻ അടിച്ചതായിട്ട് മാറുന്നത്? ആവണി വീഡിയോ എന്തോ കണ്ടിട്ട് ഇങ്ങോട്ടാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ അങ്ങനെ കേസായി. CI വിളിച്ച് കുറെ വഴക്കൊക്കെ പറഞ്ഞു. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, അതായത് ഈ പറയുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ട്. അതായത് വ്യക്തിപരമായിട്ടുള്ള ഇപ്പൊ വാടകേന്റെ പ്രശ്നമാണെങ്കിലും ഉണ്ട്. അപ്പോ നമ്മൾ കാണുന്ന വീഡിയോയിലൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ നീതിന്യായ വ്യവസ്ഥയും കോടതിയും അന്വേഷണം ഒക്കെ വരും, പോലീസ് ഇടപെടും. അപ്പോ നിങ്ങൾ പരസ്പരം ഇങ്ങനെ രണ്ട് സ്ത്രീകൾ തമ്മിൽ തല്ലുകൂടുന്നു എന്ന് പറയുമ്പോൾ അത് ആളുകൾ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലേക്ക് കടക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ വഴക്കിന്റെ കാര്യമാണ്. ഈ അടി കൂടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവരാണ് ഭയങ്കര മോശമായിട്ട് ചീത്ത വിളിച്ചാണ് ഇവര് സംസാരിക്കുന്നത്. എന്റെ കൂടെ ഇഷ്ടംപോലെ പിള്ളേർ നിൽക്കുന്നുണ്ട്. അവര്, ഞാൻ കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ല. നമ്മൾ അടി കൂടുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് നോർമലി ഇതിൽ ഇടപെടുന്നത് സ്വാഭാവികമാണ്. പെൺകുട്ടികളായിട്ട് പോലും എന്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ അറിയാം, ഒരൊറ്റ എണ്ണം കടയ്ക്കകത്ത് കയറരുത്, ഞാൻ സംസാരിക്കുന്നു ഞാൻ തന്നെ പറയുന്ന വിസ്മയ ചാനൽ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? എനിക്കറിയാം. കാരണം കുറച്ചൊക്കെ നിയമങ്ങളുള്ള കാര്യങ്ങൾ എനിക്കറിയാം. കാരണം ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. ഞാൻ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ കാര്യമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് അവരെന്റെ തല അടിച്ച് പൊട്ടിച്ചിട്ടും ഞാൻ സൈലന്റ് ആയിട്ട് നിന്നത്. മനസ്സിലായില്ലേ? അവരെന്റെ തല അടിച്ച് പൊട്ടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയതിന്റെ തുണ്ടും എല്ലാം ആയിട്ട് ഞാനൊരു 9 മണിയായപ്പോൾ ഞാൻ മ്യൂസിയം സ്റ്റേഷനിൽ പോയി. അപ്പൊ എന്റെ മ്യൂസിയം സ്റ്റേഷനിൽ പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് വരാം. 10 മണിക്ക് ചെന്നപ്പോ അന്ന് 4 മണിയായിട്ടും കേസ് എടുക്കാത്തതുകൊണ്ട് AC-യുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് എന്നെ വിളിച്ച് അകത്ത് കയറ്റിയിരുത്തി ഒരു മൊഴിയെടുത്തു. എന്നിട്ട് 5:30 അടുപ്പിച്ച് അവരെയും വിളിച്ച് ഒരു മൊഴിയെടുപ്പിച്ചിട്ട് കൗണ്ടർ കേസ് പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞ് രാവിലെ ചെന്നപ്പോ എന്നെ നിർത്തിക്കൊണ്ട് അവരുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഒരു കേസ് കൊടുക്ക്, കൗണ്ടർ കേസാക്കി മാറ്റുന്നത്. പിന്നെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ വീഡിയോയില് വിസ്മയ ന്യൂസ് ഇട്ടിരിക്കുന്ന വീഡിയോയും ആവണിയുടെ വീഡിയോയില് വിസ്മയ ന്യൂസ് ഇട്ടിരിക്കുന്ന വീഡിയോയും രണ്ടും 2 ദിവസത്തതാണ്. ഒന്ന് ഡിസംബർ 2-ാം തീയതിയും അടുത്തത് ആ ഡിസംബർ 2-ാം തീയതി അടി ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിളിച്ചിട്ട് CI പറഞ്ഞത് മറ്റേ നമ്മുടെ ആവണിയുടെ അമ്മ പറയുന്ന പോലെ വളരെ ശരിയാണ്. 23-ാം തീയതി കട ഒഴിഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം 2-ാം തീയതി ഈ പ്രശ്നം ഉണ്ടായതിനു CI എന്നോട് കട ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ മാന്യമായ രീതിയിൽ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. ഒരു സ്ഥാപനമാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങനെ 1 മാസത്തെ സമയം ഞാൻ ചോദിച്ചു, തന്നില്ല. 20 ദിവസത്തെ സമയം തന്നു, 23-ാം തീയതി. അവർ തന്നെ ഈ ഡേറ്റ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. 23-ാം തീയതി എനിക്ക് ഡേറ്റ് തന്നു. ഞാൻ അത് ഓക്കെ പറഞ്ഞു, അത് എഴുതി വെച്ചു, പക്ഷെ സൈൻ ചെയ്യിപ്പിച്ചില്ല. സ്റ്റേഷന്റെ ബുക്കിലല്ല എഴുതി വെച്ചത്,
വേറൊരു വൈറ്റ് പേപ്പറിലാണ് എഴുതിയത്. അവർ ഞാൻ സൈൻ ചെയ്തിട്ടില്ല. അതിൽ ആ വൈറ്റ് പേപ്പർ എന്റെ കയ്യിലാണുള്ളത്. അപ്പം അവര് തന്നെ പറയുന്നുണ്ട് 23 വരെ CI സമയം കൊടുത്തു എന്ന്. പക്ഷേ ഡിസംബർ 25 2 ആവണിയും ഞാനുമായിട്ടുള്ള പ്രശ്നം നടക്കുന്നതും എന്റെ കേസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ 23 വരെ എനിക്ക് കടയൊഴിഞ്ഞു പോവാൻ സമയം തന്നു. ഞാനത് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്ത് എനിക്കൊരു പുതിയ കട നോക്കാനുള്ള സമയം, നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. കട ഞാൻ മാന്യമായ രീതിയിൽ പറഞ്ഞു ഇതായിരിക്കുമ്പോൾ ഡിസംബർ 15 ഏകദേശം ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത്, അന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 11 മുതലാണ് ഫിലിം ഫെസ്റ്റിവൽ നടന്നു വരുന്നത്. നല്ല കച്ചവടമുള്ള ഒരു ടൈമായിരുന്നു. ഈ 23 ഡേറ്റ് നിലനിൽക്കുമ്പോൾ ഇവര് ഡിസംബർ 15 കടയിൽ നല്ല ക്രൗഡായി, ആളായി, ഭയങ്കരപ്പെട്ട ഈ കുട്ടികളാണല്ലോ കൂടുതലും വരുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് കട അന്ന് കുറച്ചും കൂടിയൊക്കെ വീഡിയോസ് ഒക്കെ വന്നതായി. അപ്പം ഇവര് 15 നിങ്ങൾ ശ്രദ്ധിക്കണം, ഡിസംബർ 15 ഇവര് ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് കട തുറക്കുന്നത്. അപ്പം നല്ല ക്രൗഡ് ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് 5 മണിക്ക് ശേഷമാണ് തുറക്കുന്നത്. അപ്പം 5 മണിക്ക് ശേഷം ഞാൻ ഫുഡുമായിട്ട് അങ്ങ് തിരുവല്ലത്തു നിന്ന് വരുമ്പോ എന്റെ ഫ്രണ്ട് വിളിച്ചു പറയണ കട ആരോ അടിച്ചു പൊട്ടിച്ച് കയറി തുറന്നിരിക്കുന്നു. ഇവര് തന്നെയാണ് 23 വരെ ഡേറ്റ് ഇട്ട് വാങ്ങിച്ചത്. പിന്നെ എന്തിനാണ് ഇവര് 15 കട അടിച്ചു പൊട്ടിച്ചത്? അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ആരുടെ ഭാഗത്താണ് തെറ്റ്? ഞാൻ 23 മാന്യമായി ഒഴിഞ്ഞു കൊടുക്കാമെന്ന് CIയുടെ മുന്നിൽ പറഞ്ഞിട്ട് വന്ന കട ഡിസംബർ 15 അവര് തന്നെയാണ് അടിച്ചു പൊട്ടിച്ചകത്ത് കയറിയത്. അവര് തന്നെ അടിച്ചു പൊട്ടിച്ചത്. അന്ന് അവർ എന്നെ അന്ന് അടിച്ച വിഷ്വലാണ് എന്റെ ന്യൂസിൽ കിടക്കുന്നത്. നിങ്ങൾ ഡ്രസ്സ് തമ്മിൽ നോക്കിയാൽ തന്നെ അറിയാം. മനസ്സിലായില്ലേ? അത് കോമൺ സെൻസ് ഉള്ളവർക്ക് ന്യൂസ് കണ്ടാൽ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ കണ്ടെടുത്തോളം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും വഴക്കിടുന്നതും ഒക്കെയാണ് കാണുന്നത്. അപ്പം ഇതിനൊരു ലീഗൽ വശം ഉണ്ടല്ലോ. ഇപ്പൊ പോലീസിന്റെ ഇടപെടലാണെങ്കിലും നഗരസഭയുടെ ഇടപെടലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് വേണം. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ കൃത്യമായിട്ട് 7 മാസം മുൻപേ ഞാൻ അതിന്റെ എല്ലാം റെസിപ്റ്റ് ഞാൻ ഇയാൾക്ക് തരാം. 7 മാസം മുന്നേ ഞാൻ കോർപ്പറേഷൻ സെക്രട്ടറി എന്ന് വെച്ചാൽ കോർപ്പറേഷന്റെ കടയാണെന്നും ഞാൻ ചതിക്കപ്പെട്ടതാണെന്നും എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ആദ്യം പോയത് കോർപ്പറേഷനിലാണ്. കോർപ്പറേഷനിൽ പോയി നേരിട്ട് സെക്രട്ടറിയെ രാവിലെ 11 മണിക്ക് പോയി ഞാൻ 4:30 മണി വരെ ഇരുന്ന് കണ്ടു. ജാനുവരി 1 ഡിസംബറിൽ ഈ പ്രശ്നം നടന്ന് ജാനുവരി 1 ഞാൻ നേരിട്ട് പോയി സെക്രട്ടറിയെ കണ്ട് കാര്യം എല്ലാം പറഞ്ഞ് OLXൽ എനിക്കിട്ട പരസ്യം, ടിന്നു ശേഖറിന് ഇട്ട പരസ്യം, ഇവരുടെ എഗ്രിമെന്റ് സകല ഡീറ്റെയിൽസും, ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത്, വാടകകൾ അയച്ചു കൊടുത്ത സകല ഡീറ്റെയിൽസും വെച്ചൊരു ഫയലാക്കിയാണ് ഞാൻ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തത്. എനിക്ക് അന്ന് റെസിപ്റ്റ് തന്നില്ല, 5 മണി കഴിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ 3 പോയി റെസിപ്റ്റ് വാങ്ങി. ഞാൻ നഗരസഭയ്ക്ക് പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റ് എന്റെ കൈവശമുണ്ട്. ഇപ്പൊ ആവുമ്പോ 7 മാസത്തിൽ കൂടുതലാവുന്നു. ഇന്ന് ഇതുവരെ ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല നഗരസഭയുടെ ഭാഗത്തുനിന്ന്. അടുത്ത് കോടതിയുടെ കാര്യം വരികയാണെങ്കിൽ, കടയിൽ ഇങ്ങനെ നിരന്തരം പ്രശ്നമായി തുടങ്ങിയപ്പോൾ എനിക്ക് എഗ്രിമെന്റ് കാലാവധി വരെ നടത്താൻ കഴിയാത്തതുകൊണ്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരു തരത്തിലുള്ള നീതിയും കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നടങ്കം പോലീസുകാരെ കുറ്റം പറയുന്നില്ല, എന്താണ് ഇതിന്റെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നീതികളെ അവിടെ പല CI ആണ് വളരെ ഹാർഷായിട്ട് എന്നോട് പെരുമാറിയിട്ടുള്ളത്. SI ഇപ്പം പേരെടുത്ത് പറയേണ്ടത് തന്നെയാണ്. SI വിപിൻ സാർ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി എന്ത് ചെയ്യണമെങ്കിലും പേപ്പർ, കോടതിയുടെ പേപ്പറോ കോർപ്പറേഷന്റെ പേപ്പറോ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു സ്റ്റെപ്പ്, എന്ന് വെച്ചാൽ പോലീസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ പറയുന്നത് കേട്ട് നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് നിയമവശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണല്ലോ ഒരു ഓർഡർ, ഇപ്പൊ എന്നെ ഇറക്കി വിടണമെങ്കിൽ ഒരു ഓർഡർ വേണം, എങ്കിൽ മാത്രമേ ഇറക്കി വിടാൻ കഴിയുകയുള്ളൂ എന്ന് വിപിൻ സാർ പല തവണ ഇവരോട് പറയുകയുണ്ടായി. പക്ഷെ ഇവര് അതിനൊന്നും വില്ലിങ് അല്ലായിരുന്നു. അപ്പം സ്റ്റേഷനിൽ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ പോയിട്ട് കാര്യം. അങ്ങനെ ഈ കേസ് നേരെ കോടതിയിൽ പോയി. ഞാൻ കോടതിയിൽ കൊടുത്ത് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി. കടയ്ക്ക് നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി. ഇഞ്ചക്ഷൻ ഓർഡറിന്റെ കോപ്പി എന്റെ കയ്യിലാണ്, ഞാൻ തരാം. ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിയ കട ഇവര് വീണ്ടും ഈ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിയ കട അടിച്ചു പൊട്ടിച്ചു. എന്നുവെച്ചാൽ കോടതി ആമേൻ ഇവർക്ക് നേരിട്ട് ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കാൻ വേണ്ടി ഇവർ തന്നിരിക്കുന്ന അഡ്രസ്സ്, എനിക്കും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഇവർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ചെന്നപ്പോൾ 4 വർഷം മുന്നേ ഇവർ അവിടെ നിന്ന് മാറിപ്പോയി. അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ ഇവർക്ക് നേരിട്ട് ആമേന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ 2 ഇഞ്ചക്ഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അവർക്ക് കൊടുക്കാനും ഒന്ന് പോലീസ് സ്റ്റേഷൻ. ഇഞ്ചക്ഷൻ ഓർഡർ ഇരിക്കുകയാണ്. ഈ ജൂൺ മാസം ജൂൺ മാസം 23 എനിക്ക് കടയിൽ വെച്ചൊരു അപകടം ഉണ്ടായി. കാലിൽ കത്തി വീണ ഒരു വലിയൊരു മുറിവുണ്ടായി. അതോടെ ഞാൻ കട പൂർണ്ണമായിട്ടും അടച്ചു. പിന്നെ വേറൊരു കാര്യം പറയാം, ഇവരായിട്ട് 4 മാസം കാടിയായല്ലോ കട. അതിനുശേഷം ഒരു ദിവസം പോലും മനസ്സമാധാനമായിട്ട് കട തുറക്കാൻ അവർ സമ്മതിച്ചു. എന്തെങ്കിലും ഒരു ഇഷ്യൂ രാത്രി ഉണ്ടാക്കിയിരിക്കും.
പിന്നെ അതൊരു പ്രശ്നമായി മാറാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം ശ്രദ്ധിക്കും. എന്റെ കടയുടെ അവിടെ ഞാനിപ്പോ പിള്ളേരായാലും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപാട് സമയം നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ പറയും, ഞാൻ ജീവിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കടയാണ് മോളെ, ഇവിടെ നിൽക്കരുത്, നിങ്ങളൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോവുക. അത് അങ്ങനെ തന്നെയാണ് ഞാൻ അവസാനം വരെയും അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഒരു മിനിറ്റ് വേണം അങ്ങോട്ട്. കോടതിയുടെ ഇഞ്ചക്ഷൻ ഓർഡർ ഉള്ളപ്പോൾ 23 ജൂൺ 23 എനിക്കൊരു അപകടം ഉണ്ടായി, കട അടച്ചിട്ടു. 27 ആയപ്പം എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു വിളി വന്നു, ഇങ്ങനെ ബിന്നിലെ പരാതി തന്നിട്ടുണ്ട്, വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു വിളി വന്നു. ഞാൻ 27 എനിക്ക് ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് അന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട പറ്റിയില്ല. 28 ചെല്ലാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് വയ്യാതിരുന്നിട്ട് 28 പോയി. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു നീതി അവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇത്രയും ദൂരം ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഞാൻ 17-16 പ്രാവശ്യം ഞാൻ ആ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അത് ഉറപ്പിച്ച് പറയും. കാരണം അങ്ങനെ സ്റ്റേഷനിൽ ചെന്നു. അപ്പം ഞാൻ സ്റ്റേഷനിൽ ചെന്ന് 28 ചെന്നപ്പോൾ ഇവർ വന്നില്ല. രാവിലെ ഒരു 10 മണിക്ക് ചെന്നിട്ട് 2 മണിയായപ്പോഴും ഇവരുടെ അടുത്ത് പറയണം, അവര് വരൂല, നിങ്ങൾ പൊക്കോ. വീണ്ടും ഒരു 29 വീണ്ടും എന്നെ വിളിപ്പിച്ച് പിറ്റേ ദിവസം ഞാൻ പോയി, അവര് വന്നില്ല. 30 എന്നെ വിളിപ്പിച്ചു, ഞാൻ പോയി, അവരും വന്നു, നേരിട്ട് അകത്ത് കയറി സംസാരിച്ചു. അപ്പോഴും വിപിൻ സാർ വീണ്ടും പറഞ്ഞു, ഇങ്ങനെ എന്ത് പേപ്പറൊന്നും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇവര് വിപിൻ സാറിന്റെ കൂടെ പറഞ്ഞതാണ്, സാറിനപ്പോ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല, അപ്പൊ ബാക്കി എനിക്ക് എന്ത് ചെയ്യണോ അറിയാന്ന് ഇവര് വിപിൻ സാറിന്റെ അടുത്ത് പറഞ്ഞതാണ്. അതിനി അവർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്നാ. അപ്പൊ എനിക്ക് വളരെയധികം ഇത് തോന്നി. കാരണം ഒരു SIയുടെ മുമ്പേ അവർ സംസാരിച്ച രീതി അതാണ്, മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് ഇവര് പോയി 2 ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കട വന്ന് പൂട്ടുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട്. 2 ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് കട പൂട്ടിയെടുത്തു. എന്റെ അടുത്ത് തോന്നുന്നു എനിക്കൊരു പേപ്പർ തരികയോ, ഇഞ്ചക്ഷൻ ഓർഡർ മേലിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കട, അല്ലെങ്കിൽ തന്നെ എഗ്രിമെന്റിൽ എനിക്ക് ജൂലൈ മാസം വരെ സമയമുള്ള കട, ഒരു പേപ്പർ തരികയോ ഒന്ന് കട സീല് വെക്കുകയോ ഒന്നും ചെയ്യാതെ വെറുതെ ഒരു ചങ്ങലയും പൂട്ടിയിട്ട് പോയി. എന്റെ ഒരു അറിവനുസരിച്ച് നമ്മൾ അങ്ങനെ എന്താ ചെയ്യണം, ഒരു പേപ്പർ അല്ലെ, കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കൊരു പേപ്പർ കട അടയ്ക്കുകയാണ് ഇതുവരെ, അല്ലെങ്കിൽ കട അടച്ചെടുത്ത് ഞാൻ അപ്പോഴും അവരുടെ അടുത്ത് എടുത്ത് ചോദിക്കുകയാണ്, ഈ കട ഇനി തുറക്കണമെങ്കിൽ എന്നോടും കൂടി ചർച്ച ചെയ്തത്. അപ്പൊ അവരെനിക്ക് ഉറപ്പ് തരികയാണ്, 2 പേരെയും വിളിച്ചിട്ട് ചർച്ച ചെയ്തതിന് ശേഷമേ ഈ കട തുറക്കുകയുള്ളത്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മാസം 28 പെട്ടെന്ന് ഈ കടയില് ഞാനൊരു ലൈറ്റ് ബോർഡാണ് വെച്ചിരിക്കുന്നത്, 16,000 രൂപ കൊടുത്ത് വെച്ചൊരു ബോർഡ്. ആ ബോർഡ് അടിച്ചു പൊട്ടിച്ച് താഴെ ഇട്ടിരിക്കുന്നത് എന്റെ ഒരു ബ്രദറിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഒരു 6 മണിയോടുകൂടി സ്റ്റേഷനിൽ അറിയിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയില്ല. അപ്പൊ 8:30 ഞാൻ നേരിട്ട് സ്റ്റേഷനിൽ വന്നു. 8:30 സ്റ്റേഷനിൽ വന്നപ്പം അപ്പ എന്റെ ഒന്ന് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ ലൈറ്റ് ബോർഡിനെ പറ്റി മറ്റു കാര്യങ്ങളും വെച്ച് പരാതി എഴുതി കൊടുത്തു. പരാതി എഴുതി കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ ഓണാഘോഷമാണ്. അപ്പം രാവിലെ ഞാൻ ചെല്ലുകയാണ്. അപ്പോഴ് പരാതി കാണാനില്ല. പോലീസുകാർ പറഞ്ഞതാണ്, തലേ ദിവസം രാത്രി കൊടുത്ത പരാതിക്ക് അന്ന് റെസിപ്റ്റ് തന്നില്ല, പിറ്റേ ദിവസം റെസിപ്റ്റ് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇവര് പരാതിയുടെ നമ്പർ നോക്കാൻ വേണ്ടി പരാതി കാണാനില്ലെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പിക്കൊണ്ടിരിക്കുന്ന പരാതി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ കൊടുക്കുന്ന ഒരു പരാതിക്ക് ഇവര്, മറ്റുള്ളവരെ ഞാൻ പറയുന്നില്ല, ഞാൻ കൊടുക്കുന്ന ഒരു പരാതിക്ക് അവർ എന്തുമാത്രം വിലയാണ് കൊടുക്കുന്നത് ഞാൻ മനസ്സിലായില്ലേ? അപ്പം റെസിപ്റ്റ് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല, വാട്സപ്പ് ഇട്ടുതരാന്ന് പറഞ്ഞ് അന്നിട്ട് അതില് പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. അതിൽ കയറി ഞാൻ എടുത്ത റെസിപ്റ്റ് ഞാൻ ഇതിൽ കൂട്ടിച്ചേർക്കാം. അന്ന് സാർ ഇങ്ങനെ പറഞ്ഞ ശേഷം ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കട പൂട്ടിയ ശേഷം ഇവരിങ്ങനെ അടിച്ചു പൊടിച്ചു. അപ്പൊ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ 2 പോലീസ് ഇറങ്ങണം. കട പൂട്ടിച്ചപ്പോ 2 പോലീസുകാരെയും കൂടി കൊണ്ടുവന്നാണ് കട പൂട്ടിച്ചത്. അപ്പൊ വന്ന് ചോദിക്കണം, സാർ എങ്ങനെയാണ് കട തുറന്നത്, അതിന്റെ എന്തെങ്കിലും ഒരു ഓർഡർ അവരുടെ കയ്യിലുണ്ടോ? അവരുടെ കയ്യിൽ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ ദാ ഇപ്പൊ വീട്ടിൽ പോവാം, എനിക്ക് ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള നോട്ടീസ് അല്ലെങ്കിൽ ഓർഡർ അവരെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. അല്ലാത്ത പക്ഷം കോർപ്പറേഷൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് വിശ്വസിക്കുന്നത്? അപ്പൊ ഞാൻ അങ്ങനെ കോർപ്പറേഷനുമായിട്ട് പോയി. കോർപ്പറേഷനിൽ പോയപ്പോ അവിടെ നിന്ന് ഒരു ഓർഡർ ഇവർക്ക് കൊടുത്തിട്ടില്ല. കോർപ്പറേഷനിൽ നിന്ന് ഒരു ഓർഡറും ഇവർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കോർപ്പറേഷനിലുള്ള മേലധികാരികൾ, സെക്രട്ടറി ഞാൻ നേരിട്ട് കണ്ട് പറഞ്ഞതാണ്, അത് അവിടുത്തെ CCTV ദൃശ്യങ്ങളെ പരിശോധിച്ച് അറിയാൻ പറ്റും. മറ്റുള്ളവർ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല ഇതിൽ എന്താണ് കളിയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതുപോലെ ആയിരിക്കും എല്ലായിടും നടക്കുന്നത്. പാവപ്പെട്ടവര് ചോദിക്കട്ടെ, ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായല്ലോ, അപ്പൊ ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാനും ഈ ടിൻഡു ശേഖർ എന്ന് പറഞ്ഞ ചേട്ടനും നിങ്ങളെ പോലുള്ളവരടുത്ത് ഇതിനെപ്പറ്റി കിടന്ന് പറയുന്നു. ഇത് കഴിയുമ്പോൾ അവരൊരു ന്യൂസ് ഇറക്കും, വളരെ മോശമായ രീതിയിൽ. ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കും, ഞാൻ ഒരാളിനെ വ്യക്തിഹത്യ ചെയ്ത് സംസാരിച്ചിട്ടില്ല. അവരങ്ങനെയാണെന്നോ ഇവരിങ്ങനെയാണോ, പക്ഷെ ഇവര് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു, എന്റെ
കുടുംബത്തെ വ്യക്തിഗത എന്റെ ഹസ്ബൻഡിനെ ചെയ്യുന്നു, എന്റെ അമ്മേനെ ചെയ്യുന്നു, എന്റെ അച്ഛനെ ചെയ്യുന്നു. അതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പം ജെനുവിനായിട്ട് കേൾക്കുന്നവര് ജനങ്ങൾ മനസ്സിലാക്കണം. സത്യം, ഞാൻ ഒരു കാര്യം തെളിവില്ലാതെ അല്ല സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചെയ്തു, എടുത്തു, അങ്ങനെയല്ല ഞാൻ പറയണത്. എന്റെ കയ്യിൽ കറക്റ്റുള്ള എവിഡൻസ് ഉണ്ട്, പ്രൂഫ് ഉണ്ട്. ഞാൻ അവര് ഇട്ട ന്യൂസിന്റെ താഴെ ഞാൻ ഇട്ടിട്ടുണ്ട്, പ്രസ് മീറ്റ് വെക്കാമോ, രണ്ടുപേരും ഇരുന്ന് പ്രസ് മീറ്റ് വെക്കാമോ. ഞാൻ ധൈര്യമായിട്ട് അവരെ വിളിക്കുന്നത്. ഇപ്പോഴും ഞാൻ വിളിക്കുന്നു. പ്രസ് മീറ്റ് വെക്കാൻ ഞാനും ടിൻഡു ശേഖറും തയ്യാറ് തന്നെയാണ്. അവര് വരട്ടെ. അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ്. പിന്നെ ഒരുപാട് ഈ ഒരു വർഷത്തിൽ ഈ കടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ട് എന്റെ കയ്യിൽ നിന്ന് ചെലവായിക്കൊണ്ടിരിക്കണതല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവര് എന്റെ അഡ്വാൻസ് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. എനിക്ക് കഴിഞ്ഞ ന്യൂസിൽ ഒരുപാട് പേരോട് ചോദിച്ചു, അഡ്വാൻസ് തിരിച്ചു തന്നിട്ടില്ല. ടിൻഡു ശേഖറിനെ വാങ്ങിച്ച അഡ്വാൻസ് അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. വാടക ഇനത്തിൽ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിയിട്ടുണ്ട്. വഴക്കാവുന്നത് വരെ ഞാൻ വാടക കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഗൂഗിൾ പേ വഴിയാണ് കൊടുത്തത്. പിന്നെ ഇവര് പറയുന്ന 600-500 ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. 1500 രൂപ വെച്ച് കൊടുത്തോണ്ട് ഇവർ എന്റെ അടുത്ത് പറഞ്ഞത് വെള്ളം വാട്ടർ അതോറിറ്റിന്ന്. വാട്ടർ അതോറിറ്റിക്കാർ ഇവർക്ക് സപ്പോർട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവര് ബക്കറ്റുമായിട്ട് നിന്നാ മതി, വാട്ടർ അതോറിറ്റിന്ന് ഒരു സമയമാകുമ്പോൾ എനിക്ക് വെള്ളം തരുമെന്നാണ് ഇവർ എന്റെ അടുത്ത് പറയണത്. അപ്പൊ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി എടുക്കാമല്ലോ. ഒരു ചായക്കടയ്ക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ ആവശ്യമല്ലല്ലോ. വാടകയൊക്കെ എല്ലാം എടുത്ത് നമ്മൾ കട തുടങ്ങിയ ശേഷം ഇവർ പറയണത് രാവിലെ 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് ചെന്നാൽ മാത്രമേ വെള്ളം കിട്ടൂ. നമുക്ക് ആ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഞാൻ വെളുപ്പിനെ വരെ രാവിലെ നിന്ന് ചായ അടിച്ചിട്ട് ഞാൻ 2 മണിക്കാണ് വീണ്ടും വന്ന് തുറക്കുന്നത്. അപ്പം എനിക്ക് ഈ 11 മണിക്ക് വെങ്ങാനത്ത് ഇവിടെ വന്ന് വെള്ളം പിടിക്കാൻ വേണ്ടി നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു 10 ക്യാൻ വെള്ളം ഇടുന്നതിന്റെ പൈസ ഏകദേശം 700 സംതിങ് രൂപ കുറച്ച് ബാക്കി വാടക, അങ്ങനെ ഒരു 800 രൂപ കുറച്ച് നാളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവരെനിക്ക് വാട്ടർ കണക്ഷൻ റെഡിയാക്കി തരാം, റെഡിയായി എന്നൊക്കെ പറഞ്ഞ് ഇവരെനിക്ക് അയച്ച വോയിസും എല്ലാം എന്റെ കയ്യിലുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നക്ഷത്ര, നമ്മള് വാട്ടർ കണക്ഷൻ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നാളെ പണി തുടങ്ങും. നക്ഷത്ര സാധനങ്ങളൊന്ന് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് എന്നെ കൊണ്ട് സകല സാധനങ്ങളും അവിടെ നിന്ന് മാറ്റിച്ചു. എന്നിട്ടാണ് ഈ ടിൻഡു ശേഖറിനെ വിളിച്ച് ആദ്യം ഒരു താക്കോല് കൊടുത്തത്. അതിന് ഞാൻ അപ്പൊ എനിക്ക് എന്നിട്ട് എന്നെ പിറ്റേ ദിവസം വിളിച്ചു, എല്ലാം മാറ്റി കൊടുത്തിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറയണം, ഇനി തൊട്ട് നക്ഷത്രം നടത്തണ്ട, അമ്മ നടത്തിക്കോളും കടയിൽ. ഞാൻ അപ്പൊ തന്നെ എന്റെ വണ്ടി വിളിച്ച് ഞാൻ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് കടയിൽ കയറ്റി. എനിക്ക് മനസ്സിലായി എന്തോ ഒരു അന്ന് മുതൽ പിന്നെ ഈ കേസ് ആവണത് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കേസ് ആയ ശേഷം ഞാൻ പിന്നെ വാടക കൊടുത്തിട്ടില്ല. ഞാൻ അതിനുശേഷം സമാധാനമായിട്ട് ആ കട ഒരു ദിവസം പോലും തുറന്നിട്ടില്ല. അതായത് ഒരു കട മറ്റൊരു സ്ത്രീയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്നു, പിന്നീട് അവർ തമ്മിലുള്ള പ്രശ്നം, അതാണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളിപ്പോ പല വാർത്തകളും പുറത്തു വരുന്നത് പരസ്പരം തല്ലിയിട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നതും വലിയ അപകടങ്ങളിലേക്ക് പോകുന്നതൊക്കെയാണ്. അത്തരം അപകടങ്ങൾ പുറത്തു വരുമ്പോഴാണ് അത് വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് മാറുന്നത്. പലപ്പോഴും നിയമ സംവിധാനങ്ങളൊക്കെ ഇടപെടുന്നത്. ഇതൊരു പക്ഷേ നഗരസഭയ്ക്കൊക്കെ കൃത്യമായിട്ട് നേരിട്ട് ഇടപെട്ട് ഇവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അധികാരികളാണ് ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് ഇടപെടേണ്ടത്. ഞാനോ ടിൻഡു ശേഖറോ ഇപ്പൊ ആവശ്യപ്പെടുന്നത് ഈ കട ഞങ്ങൾക്ക് വേണം എന്നല്ല. കട ഞങ്ങൾക്ക് വേണ്ട, കട ഞങ്ങൾക്ക് വേണ്ട. കട ഞാനിപ്പം എന്റെ കയ്യിൽ ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ കേരളത്തിൽ എവിടെ കൊണ്ടിട്ടാലും എനിക്കത് വളർത്താൻ പറ്റും. ഇവരുടെ കടയുടെ ആവശ്യമില്ല. ഇവർ പറയും പോലെ നല്ലൊരു സെന്റർ ആണ്, കഞ്ചാവ് കച്ചവടം നടത്താൻ പറ്റിയ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ എന്തൊക്കെയോ വായത്തൊന്നും വിളിച്ച് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കട വേണ്ട. നിയമപരമായിട്ട് ഞാൻ കോടതിയിൽ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഞാൻ എന്റെ പൈസ ഞാൻ മേടിച്ചെടുത്തോളാം. പക്ഷേ ഇതുപോലെ ഇനി ആരും പറ്റിക്കപ്പെടാൻ പാടില്ല. കോർപ്പറേഷന്റെ കീഴില് വിധവകൾക്കും വികലാംഗർക്കും ഒക്കെ നൽകുന്ന ഇങ്ങനെയുള്ള കട ഇതുപോലെ ഒരു കുഴപ്പവും ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് അതിന് ഇവര് വൻ തുകയ്ക്ക്, നിങ്ങൾ 3500 എവിടെ കിടക്കുന്നു, 45,000 എവിടെ കിടക്കുന്നു, അങ്ങനെ വൻ തുകയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 100-ൽ 70% ഇതായിരിക്കും. അതുകൊണ്ടാണ് ആരും അനങ്ങാത്തത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് വലിയ പ്രശ്നമാണ്. ആരും അനങ്ങാതിരിക്കുന്നതാണ്. കാരണം 100-ൽ 70% ഇവിടെ ബെങ്ക് കടമുറികൾ ഇതാണ് നടക്കുന്നത്. പിന്നെ ബെങ്ക് കടമുറിക്ക് ഒരു സർക്കുലർ ഉണ്ട്. ഇത്ര മാത്രമേ വീതിയും നീളവും ഇതിന് പാടുള്ളൂ. ഒരാൾ നിന്നാൽ ചുറ്റും സാധനങ്ങൾ വെച്ച് ദിവസ വരുമാനം എന്ന് വെച്ചാൽ, ദിവസ വരുമാനം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്ത്യയിൽ ഒരാളിന്റെ ദിവസ വരുമാനം 100 രൂപയ്ക്ക് താഴെയാണ് അല്ലേ? അതിനു വേണ്ടി കച്ചവടം ചെയ്യാൻ മാത്രമേ ബെങ്ക് കടമുറികൾ ഉപയോഗിക്കാവൂ. പിന്നെ ഇവരെങ്ങനെയാണ് ബെങ്ക് കടമുറി ഇത്രയും നീളത്തിൽ കെട്ടിയിട്ടിരിക്കുന്നത് എന്നുള്ളത്, അതും കോർപ്പറേഷന്റെ മൂക്കിന്റെ തുമ്പത്താണ് ഇവരിത് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ അതിനകത്തൊരു പ്ലാസ്റ്റിക് സ്ട്രോ വെച്ച് നോക്കട്ടെ, ഗ്ലാസ് വെച്ച് നോക്കട്ടെ, ഇവർ അപ്പൊ വന്ന് 5000 ഫൈൻ അടിച്ചു തരും. അപ്പൊ എന്നിട്ട് പറയാം ഇപ്പൊ അടച്ച 5000 അടച്ചില്ലെങ്കിൽ നാളെ അവിടെ വന്ന് അടയ്ക്കണേ 50,000 അടയ്ക്കണമെന്ന് പറയണ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് ഇവിടെ ഉള്ളത്. അവര് ഇത്രയും നീട്ടിയിട്ട് കെട്ടിയിരിക്കുന്ന സർക്കുലർ കെട്ടിച്ച് കെട്ടിയ കട ഇത്രയും വർഷമായിട്ട് കണ്ടില്ലേ? അവർ തന്നെ അവകാശപ്പെടുന്ന 20 വർഷത്തിൽ കൂടുതലായി ആ കട അവിടെ ഉണ്ട്. അപ്പം ഈ അനീതി നടക്കരുത്, ഇങ്ങനെയുള്ള അനീതി നടക്കരുത്. ഇനി ആരും പറ്റിക്കപ്പെടരുത്. പിന്നെ എന്റെ മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്തെന്ന് പറഞ്ഞാൽ
അവരുടെ ആ ലൈസൻസ് റദ്ദാക്കണം. കാരണം അവര് എന്നെ ചീറ്റ് ചെയ്തു, ടിൻഡു ശേഖറിനെ ചീറ്റ് ചെയ്തു, ഇതിന് മുന്നേ വാട്ടർ അതോറിറ്റിയുടെ ഡ്രൈവറിനെ 25,000 രൂപയ്ക്ക് ചീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അവരെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. പലരെയും ഇവര് ഈ കടയുടെ പേരും പറഞ്ഞ് ചീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയെടുത്തോളം അവര് ജീവിക്കാൻ വകയില്ലാത്തവരോ ഒന്നുമല്ല, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് അർഹതപ്പെട്ടതല്ല. അല്ലേ, ഇവര് ഈ വിധവകൾ എന്നൊക്കെ പറയണ ഇപ്പൊ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയട്ടെ, KSRTC ബസ് ഇടിച്ച് ഒരാൾക്ക് 2 വയസ്സ്, ഒരു മകൾക്ക് 2 വയസ്സും ഒരു മകൾക്ക് 6 മാസം ഉള്ളപ്പം ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവ എന്റെ വീട്ടിലുണ്ട്, എന്റെ അമ്മയുടെ സഹോദരി. ഇന്ന് വരെ ഒരു ജോലിയില്ല. ഇതിനു വേണ്ടിയുള്ള ഇതുപോലത്തെ ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. ആള് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ആളാണ്, 2 പ്രാവശ്യം ബൈപ്പാസ് സർജറി ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് പോലും ഇന്ന് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഒരു കുഴപ്പവും ഇല്ലാത്തവർക്കാണ്. അതുകൊണ്ട് ഈ വിധവകൾക്ക് കൊടുക്കുന്നു, അങ്ങനെ പറയുമ്പോൾ അതിന് അർഹതപ്പെട്ട ഒരുപാട് പേര് ഇവിടെയുണ്ട്. മനസ്സിലായില്ലേ? 2 പെണ്ണുള്ള കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരാൾ എന്റെ വീട്ടിലുണ്ട്. അവർക്കൊന്നും ഇതുപോലെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. പല നാളുകളായിട്ട് ഇതിന്റെയൊക്കെ പുറകെ നടക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്നു. പിന്നെ ഞാൻ ഒരു പാർട്ടിനെ ഒന്നും ഞാൻ ഇന്ന് വരെയും കുറ്റം പറയുന്നില്ല. പിന്നെ ഇവർ കുറെ നാളെ എന്നെ കടകംപള്ളി സാറിന്റെ പേര് പറഞ്ഞ് കുറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ സാറിനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത ബന്ധുവാണെന്നൊക്കെ പറഞ്ഞാണ് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു. സാറ് പറഞ്ഞു അടുത്ത ബന്ധുവല്ല, വൈഫിന്റെ ഒരു റിലേറ്റീവ് ആണ്. അവരുടെ അമ്മയെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം, അവിടെ പാർട്ടി കാര്യങ്ങൾക്ക് വരുമ്പോ അറിയാം, മകളുമായിട്ട് എനിക്ക് വലിയതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയും. എനിക്ക് അങ്ങനെ ആരെയും വ്യക്തിത്വ സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല. സാർ എന്നോട് ആദ്യം കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിച്ചത്, ഇതിന്റെ കാര്യം പറഞ്ഞ്. എന്നോട് പറഞ്ഞു മകൾ അത് വിട്ടുകൊടുക്ക്, അവരത് നടത്തിക്കോട്ടെ, നിനക്ക് വേറൊരു കട തുടങ്ങാൻ ലൈസൻസ് ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വെൻഡർ ലൈസൻസ് വേണ്ടിയിട്ട് എന്തോ അപേക്ഷിച്ചിട്ട് നമ്പരുമായിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയില്ല. കാരണം എനിക്കൊരു ജെനുവിനിറ്റി ഉണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ കള്ളത്തരം കാണിച്ചു കിട്ടണ ഒരിതും വേണ്ട. മനസ്സിലായില്ലേ? എനിക്ക് വെൻഡർ ലൈസൻസ് അപേക്ഷിച്ചാൽ എനിക്ക് കിട്ടാൻ ചിലപ്പോൾ 2-3 വർഷം എടുക്കുമായിരിക്കും, കുഴപ്പമില്ല. അങ്ങനെ കിട്ടുന്നത് എന്ന് നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇനി ആരും പറ്റിക്കപ്പെടരുത്. ഇതിന് വേറെ അവര് പലതും പറയുമായിരിക്കും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, മനസ്സിലാക്കാതെ അവർ മനസ്സിലാക്കട്ടെ. ഇതിപ്പോ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോ നക്ഷത്ര പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ കടമുറയുടെ നിർമ്മാണത്തിന്റെ ആ ഒരു സർക്കുലർ മുതൽ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടല്, അതുപോലെ തന്നെ ഒരേ കട 2-3 ആളുകൾക്ക് വ്യത്യസ്ത സമയത്ത് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പല ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളും ഇതിലുണ്ട്. ഇതില് ശരിക്കും ഇടപെടേണ്ടുന്നത് അധികാരികൾ തന്നെയാണ്. ആ ഒരു ഇടപെടൽ തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് അതൊരു വലിയ വിഷയമാകുന്നതിന് മുമ്പ് അധികാരികൾക്ക് ഇത് ഒതുക്കി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ.